അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വ്യക്തി, ഒരു മദ്രസ അധ്യാപകൻ മാപ്പിളപ്പാട്ട് പഠിക്കാൻ വന്ന ഒരു കുട്ടിയെ, 8 വർഷം പ്രായമുള്ള ഒരു കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചതാണ്. അല്പം പഴയ കേസാണ്. അത് ഇപ്പോഴാണ് അതിൻ്റെ തീരുമാനത്തിലേക്ക് അതിൻ്റെ ശിക്ഷയെല്ലാം പ്രഖ്യാപിച്ചത്. അതൊന്ന് നിങ്ങൾ ആ ന്യൂസ് ഒന്ന് കേൾക്കണം സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്. മാപ്പിളപ്പാട്ട് പഠിക്കാനെത്തിയ 8 വയസ്സുകാരനെ പീഡിപ്പിച്ച പരിശീലകന് 9 വർഷം തടവ്. മാപ്പിളപ്പാട്ട് പഠിക്കാനെത്തിയ 8 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പരിശീലകന് 9 വർഷം കഠിന തടവും 15,000 രൂപ ശിക്ഷയും വിധിച്ചു. വട്ടപ്പാറ തൊഴുവാനൂർ ചെങ്കുണ്ടൻ 31 വയസ്സുള്ള മുഹമ്മദ് ഷാ എന്ന ഷാഫി മുന്നയ്ക്കാണ് പെരിന്തൽമണ്ണ അതിവേഗ കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷ വിധിച്ചത്. 2018 കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ. മാപ്പിളപ്പാട്ട് പരിശീലകനായ പ്രതി ജോലി ചെയ്യുന്ന വറ്റലൂർ മേൽക്കുളമ്പിലെ മുറിയിൽ വെച്ച് പാട്ട് പഠിക്കാനെത്തിയപ്പോൾ രാത്രി 9-ന് പീഡിപ്പിച്ചെന്നാണ് കേസ്. പോക്സോ നിയമത്തിലെ ഒരു വകുപ്പ് പ്രകാരം 5 വർഷവും 10,000 രൂപയും, മറ്റൊരു വകുപ്പിൽ 3 വർഷവും 5,000 രൂപയും, ജുവനൈൽ നിയമപ്രകാരം 1 വർഷം തടവും അനുഭവിക്കണം. പിഴയടച്ചില്ലെങ്കിൽ 2 വകുപ്പിലുമായി 6 മാസം കൂടി തടവനുഭവിക്കണം. ശിക്ഷയുടെ കാലാവധി ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നതിനാൽ പരമാവധി 5 വർഷമാണ് തടവ് ശിക്ഷ ലഭിക്കുക. പിഴയടയ്ക്കുന്ന പക്ഷം പീഡനത്തിനിരയായ കുട്ടിക്ക് തുക നൽകാനും വിധിച്ചു. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന TS ബിനു, സബ് ഇൻസ്പെക്ടറായിരുന്ന P സദാനന്ദൻ എന്നിവർ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ R മധുവാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന P പരമേശ്വരൻ ഹാജരായി. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും. ഇതാണ് മദ്രസ ആകട്ടെ സ്കൂളാകട്ടെ എവിടെ ആണെങ്കിലും അയക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇദ്ദേഹമോ ആ കുട്ടിയെ ഉപയോഗിച്ചു, പോക്സോയിൽ അകപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, ഒരു 9 വർഷം തടവിലും അതുപോലെ ഒരുപാട് പിഴയും മര്യാദയും എല്ലാം, ഇസ്സത്ത് എല്ലാം കളഞ്ഞു ചെറിയൊരു കാര്യത്തിൽ. അപ്പോൾ ഇവിടെ അവർ ചെയ്തു, അവർ അത് അനുഭവിക്കേണ്ടവരാണ്, അനുഭവിക്കട്ടെ. അതിനേക്കാൾ ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഒരു രക്ഷപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറേ ഉസ്താദന്മാർ വന്ന് ഇത്തരക്കാരെ മദ്രസ അധ്യാപകന്മാരാകട്ടെ നല്ല താടിയും തലപ്പാവുള്ള ഉസ്താദന്മാരെ രക്ഷിക്കാൻ വരാറുണ്ട്. രക്ഷിക്കാൻ വരുന്ന യൂട്യൂബർ ഉസ്താദന്മാർ, എല്ലാ ഉസ്താദന്മാരെന്ന് പറയാനില്ല, അവർ മൗനമാണ്. അവർ ഒന്നും പറയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഫുള്ള് മൗനവ്രതം എന്ന് പറയുന്നില്ല, അതുപോലെയാണ്. അവർ ഇത്ര കാര്യങ്ങളൊന്നും കേൾക്കാനൊന്നുമില്ല. അവരത് ആരെങ്കിലും ഇവിടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ, ഫോട്ടോ പിടിക്കുകയാണെങ്കിൽ സന്തോഷം, അത് നിന്ന് കൊടുക്കും. അത്രയല്ലാതെ ഇതുപോലെയുള്ള കാര്യത്തിലൊന്നും സംസാരിക്കുന്നില്ല. ഇതിനിടപെട്ട് സംസാരിക്കുന്നത് യൂട്യൂബർ ഉസ്താദന്മാർ, ചില ഉസ്താദന്മാർ ഇതുപോലെയുള്ള ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ വരുന്നോ ഒന്നും എനിക്കറിയില്ല. ഇത് പുതിയ ന്യൂസാണ്. പഴയ കേസാണെങ്കിലും ഇത് ഇന്നലെ ഉണ്ടായതായിരിക്കുന്ന ഇതൊരു തീരുമാനമാണ്, കോടതി തീർപ്പാണത്. അതുകൊണ്ട് ഇദ്ദേഹം എങ്ങനെയും ചെയ്തു, ഇങ്ങനെ അദ്ദേഹം നഷ്ടപ്പെട്ടു, അദ്ദേഹം അനുഭവിക്കണം. നമ്മൾ സംസാരിക്കേണ്ടത് മദ്രസയിലേക്ക് അയക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ അയക്കേണ്ടത്. മദ്രസ പരിപാലകർ, പള്ളി പരിപാലകർ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ നല്ലപോലെ ശ്രദ്ധിച്ച് എല്ലാ റൂമിലും, എല്ലാ മുറികളിലും, പള്ളിയിലും പുറത്തുമെല്ലാം CC ക്യാമറ ആവശ്യമായി വെക്കേണ്ടതാണ്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട വലിയ ഒരു ഉസ്താദാണ്. ഇദ്ദേഹത്തിൻ്റെ റൂമിൽ എങ്ങനെയാണ് CC ക്യാമറ വെക്കുക, ഒരു വിശ്വാസമില്ലാതെ ആകുന്നതല്ലേ എന്നെല്ലാം പറയുന്നവരുണ്ടാകും. അതൊന്നും നിങ്ങൾ വില കൽപ്പിക്കാതെ, അത്തരം കാര്യങ്ങൾക്ക്, അത്ര വിഷയങ്ങൾക്ക് വില കൽപ്പിക്കാതെ എല്ലാ റൂമിലും CC ക്യാമറ അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾ, പിഞ്ചു പൈതങ്ങളെ നമ്മൾ രാവിലെ എണീച്ച് അവരെ മദ്രസയിലേക്ക് അയക്കുന്നു, അല്ല പാട്ട് പഠിക്കാൻ അയക്കുന്നു, ഏതാണെങ്കിലും പഠനം സ്കൂളിലേക്ക് അയക്കുന്നു. അവിടെ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ അവർ മാനസികമായി തകർന്ന് ഈ കുട്ടികൾ ചില സന്ദർഭങ്ങളിൽ ഇല്ലാണ്ടാവാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് വളർച്ച ഉണ്ടാകാതിരിക്കുക, അതുപോലെ അവർക്ക് പിന്നെ വിദ്യാഭ്യാസം കിട്ടാതിരിക്കാം, പഠിക്കാൻ മനസ്സില്ലാതെയാകാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികളല്ലേ, പിഞ്ചു പൈതങ്ങളല്ലേ. അതുകൊണ്ട് ഇവർ ഈ പഠിപ്പിക്കുന്നവർ ആരാണെങ്കിലും ഉസ്താദന്മാരും സ്വന്തം കുട്ടികളെ പോലെ കരുതേണ്ടതാണ്.
വരുന്ന മദ്രസയിലേക്ക് വരുന്ന സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ, അധ്യാപകന്മാരാകട്ടെ സ്കൂൾ അധ്യാപകന്മാരാകട്ടെ ആരാണെങ്കിലും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളായി ആര് വരുന്നുണ്ടോ അവരെ നല്ല രീതിയിൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ കരുതിയാൽ ഒന്നും നടക്കുകയില്ല. ഇവരുടെ മാനസിക രോഗങ്ങളുണ്ടല്ലോ, ഇതിന് ആദ്യമായി നിർത്തേണ്ടത് CC കവർ വെക്കണം. അതുപോലെ ഒരാൾ പുതിയ ആളെ നിയമിക്കുമ്പോൾ അദ്ദേഹം എവിടെയെല്ലാം ജോലി ചെയ്തിരുന്നു എന്നുള്ള ഒരു പഠനവും നിങ്ങൾ നടത്തേണ്ടതാണ്. അവിടുത്തെ അനുഭവം, അവിടുത്തെ സ്വഭാവവും എല്ലാം മനസ്സിലാക്കി വേണം. ഇത് പിഞ്ചു പൈതങ്ങളായതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അത് കൂടാതെ പെൺകുട്ടികളെയും മദ്രസയിലേക്ക് അയക്കുന്നു. അതും അയക്കുമ്പോൾ നമ്മുടെ പാടിനെ അവർ അയച്ചു, നമ്മുടെ ഹാലായി എന്ന് പിടിച്ച് ഗൾഫിലുള്ളവർക്ക് അത് സമയമില്ല. ഇവിടെയുള്ള ഉമ്മമാർ കിട്ടിയ തങ്ങന്മാരെ ബാക്കിൽ പോകാതെ, കിട്ടിയ തങ്ങന്മാരും അതല്ലെങ്കിൽ മന്ത്രവാദികളും അവരുടെ ബാക്കിൽ പോകാതെ സ്വന്തം മക്കളെ നല്ല രീതിയിൽ നോക്കലാണ്. അതാണ് നല്ലത്. എന്ത് കുന്ത്രാണമുണ്ടായാലും എന്ത് രോഗമുണ്ടായാലും നിങ്ങൾ സ്വന്തം മക്കളെ നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ നോക്കുമ്പോൾ എല്ലാം മാറി കിട്ടും. ആ മന്ത്രവാദിയുടെ അടുക്കലേക്കോ പച്ച തട്ടം കണ്ട തങ്ങന്മാരുടെ അടുക്കലേക്കോ പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല. അവർ നല്ല രീതിയിൽ വേറെ തുറക്കുന്നു, ഒരു 4-5 പേരെ അവർ പോറ്റി വളർത്തുന്നു, ജോലിക്കാരായി നിയമിച്ച് വീഡിയോ എടുക്കാനും വണ്ടി ഓടിക്കാനും ഇതെല്ലാം കാശ് നിങ്ങളതാണ്. നിങ്ങളെ തട്ടിപ്പ് നടത്തുന്നതാണ് അവർ, നിങ്ങളെ അവർ നശിപ്പിക്കുന്നതാണ് എന്ന് പോലും കരുതണം. നമ്മുടെ മക്കളെ ഭാവിക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം, മക്കളെ നല്ല രീതിയിൽ നോക്കണം. മദ്രസയിലേക്ക് അയക്കുമ്പോൾ നല്ല രീതിയിൽ അവർ അയച്ച് ഉത്തരവാദിത്വത്തോടു കൂടെ അവിടെ പോയി മദ്രസയിലേക്ക് വിട്ട് വരുന്നതും ഏത് രീതിയിലാണ് അന്ന് ദിവസങ്ങളിലും നമ്മൾ മക്കളെ ടെസ്റ്റ് ചെയ്യണം. അവരുടെ മാനസികാവസ്ഥ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ അതും നോക്കണം. പള്ളി പരിപാലകർ നല്ല രീതിയിൽ CC ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ വന്ന് ഉസ്താദന്മാരോട് സംസാരിച്ച് അവരുടെ അവസ്ഥ എന്താണ് എല്ലാം അറിഞ്ഞ് അവർക്കും നല്ല രീതിയിൽ നല്ല ശമ്പളം കൊടുക്കേണ്ടതാണ്, നല്ല രീതിയിൽ അവരെ നോക്കേണ്ടതാണ്, അവരെ നല്ല ഇഷ്ടപ്പെടേണ്ടതും നല്ല സ്നേഹിക്കേണ്ടതുമാണ് ഉസ്താദന്മാരെ. അതുകൊണ്ട് അതെല്ലാം ചെയ്യുമ്പോഴാണ് അവർക്കും നല്ലൊരു മനസ്സുണ്ടാകുക. ആ ഭാഗത്തേക്കേ പോകാതെ വാർഷിക വരുമ്പോൾ വർഷം വരുമ്പോൾ അതിൻ്റെ സെക്രട്ടറിയോ അതല്ലെങ്കിൽ പ്രസിഡൻറ്റ് ആകാൻ തയ്യാറെടുത്ത് വരുന്നതല്ലാതെ അത് സെലക്ട് ആയതിന് ശേഷം ഒരു പ്രസിഡൻറ്റ് സെക്രട്ടറി ആയതിന് ശേഷം എപ്പോഴെങ്കിലും ഒരിക്കൽ നോട്ടീസ് വന്നാൽ മീറ്റിങ്ങിന് മാത്രം വന്നാലാണ് ഇതുപോലെ സംഭവിക്കുന്നത്. ദിവസം മദ്രസയിലേക്കും പള്ളിയിലേക്കും പോയി നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് കരുതി അത് ചെയ്യേണ്ടതാണ്. ബഹുമാനമുള്ളവരെ, ഇത്ര നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.